പുളി മീൻ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് പച്ച അരച്ച് വയ്ക്കാം. ഇരുമ്പൻ പുളിയുണ്ട്, എണ്ണയുണ്ട്, കടുവുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് തേങ്ങ, കറിവേപ്പില. ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള കൂട്ട് റെഡിയാക്കാം. തേങ്ങ, മുളക് പൊടി 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ശേഷം ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇതിന് മഷി പോലെ ഒന്ന് അരച്ചിട്ട് വരാം. കടുക് വറുക്കുകയാണ്. പച്ച അരച്ച് വയ്ക്കുന്നത് കൊണ്ട് കടുക് വറുത്ത് വേണം വയ്ക്കാൻ, ഇതിലെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കറിവേപ്പില, കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് അരച്ച് വച്ചിരിക്കുന്ന കൂട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കണം. ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഇതിൻ്റെ കൂടെ ഇരുമ്പും പുളിയും കൂടെ ചേർത്ത് വേണം തിളപ്പിക്കാൻ വയ്ക്കാൻ. പുളി അരയ്ക്കാത്തത് ഇരുമ്പും പുളി ഇട്ടത് കൊണ്ടാണ്. പുളി അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുത്തു. ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പാകത്തിന് ഉപ്പൂടെ ഇടണം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മീൻ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പച്ച അരച്ച് വയ്ക്കുന്നതെന്നാണ് പറയാറ്. ഇത് കേരള സ്റ്റൈലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം.